ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുന്നവർക്കും ഓണം കഴിഞ്ഞവർക്കും ഓണം ആഘോഷിച്ച എല്ലാവർക്കും ആഘോഷിക്കുന്നവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം ദൈവം എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യാത്രയിലായിരിക്കുന്നവർക്ക് ഒരു സേഫ് ജേർണി വിഷ് ചെയ്യുന്നു. എന്നെ കാണുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം വീണ്ടും ആശംസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണ്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്: പ്രാർത്ഥിക്കുന്നവനാണ് ബലമുള്ള മനുഷ്യൻ, കഴിവുകൾ ഉള്ളവരല്ല ബലമുള്ളവരെന്ന്. എത്ര കഴിവുള്ളവരും പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. മാനസികമായി അവർ നിരാശപ്പെടും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എന്നാലും കഴിവുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ബലം ദൈവത്തിലുള്ള മനുഷ്യനാണെങ്കിൽ അവന് എപ്പോഴും പ്രാർത്ഥനയിൽ അവന് ശക്തി പ്രാപിക്കുന്നതായിട്ടും പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ വഴി, ഒരു മാർഗം ദൈവം കാണിച്ചു കൊടുത്ത് അങ്ങനെ അവർ ജീവിതത്തിൽ വീണ്ടും ഉണർവുള്ളവരായി, ഉയിരില്ലെന്നല്ല പറയുന്നത്, വീണ്ടും ചെടിക്ക് പുതിയ തളിര് വരുന്ന പോലെ അവർ വീണ്ടും ഒരു നല്ല ജീവിതത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എൻ്റെ അനുഭവത്തിലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഞാനതൊക്കെ ഷെയർ ചെയ്യാൻ നിന്നാൽ സമയം പോരാതെ വരും, വീഡിയോയുടെ നീളം കൂട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ ലാസർ എന്ന് പറയുന്ന യേശുവിൻ്റെ ഒരു കൂട്ടുകാരനെന്ന് തന്നെ പറയാം. യേശുവിനെ സ്നേഹിച്ചത്, അവരുടെ ഭവനത്തിലൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആ ലാസർ മരിച്ചു അടക്കപ്പെട്ടു. ആ ലാസർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ എൻ്റെ സിസ്റ്റേഴ്സായിട്ടുള്ള മാർത്തയും മറിയയും വേറെ ആൾക്കാർ മുഖേന യേശുവിനോട് വിഷയം അറിയിക്കുന്നുണ്ട്. യേശു അത് അറിഞ്ഞുവെങ്കിലും ആ സമയത്ത് കടന്നു വന്ന് സൗഖ്യമാക്കാനായിട്ടൊന്നും ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, അതിനെ വന്നിട്ട് ഉടനടി അതിനൊരു തീരുമാനം എടുത്തില്ലെന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ലാസർ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നു. അപ്പോൾ പറയുന്ന ലാസർ ഉറങ്ങുകയാണെന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ 11:33 നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ചങ്ക് പൊട്ടി കരയുന്ന ഒരു സീനാണ്. മരിച്ചിട്ട് 4 ദിവസമായി. അത് അടക്കം ചെയ്തു, എല്ലാം കഴിഞ്ഞു. യേശു അവിടെ എത്തുന്നു. അത് കഴിഞ്ഞ് യേശു എല്ലാവരും കരയുന്നത് കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. 34-35 ഭാഗ്യത്തിൽ 35 വായിക്കുന്ന യേശു കണ്ണുനീര് വാർത്തു എന്നാണ്. അപ്പോൾ നമ്മളുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, നമ്മൾ വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നും അവൻ ഒരിക്കലും ദൂരത്തല്ല, നമ്മുടെ അടുത്താണുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ സങ്കടപ്പെടണ്ടെന്ന്. അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവൻ്റെ മേലിട്ട് കൊള്ളാനാണ് പറയുന്നത്. എന്നാൽ നമുക്ക് പലപ്പോഴും അതിന് സാധിക്കാറില്ല. നമ്മൾക്ക് ഭയം കൊണ്ടും നമ്മളുടെ ആ പ്രശ്നത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ചിലപ്പം പെട്ടെന്നുള്ള മരണമായിരിക്കാം, അല്ല രോഗമായിരിക്കാം, നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പെട്ടെന്നൊരു നല്ല തീരുമാനത്തിലേക്കോ അല്ലെ ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറയുവാനൊക്കെയുള്ള ഒരു ധൈര്യം ഇല്ലാതെ പോകുന്നതായിട്ട് കാണും. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് കണ്ണുനീര് വാർത്ത് അവരോടൊപ്പം മനുഷ്യനായി തന്നെ, മനുഷ്യൻ്റെ കണ്ണുനീരിനെ മറികടന്ന് പോകാത്ത ഒരു ദൈവമായിട്ട് അവൻ കൂടെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 20:13 നമ്മളൊരു വാക്കിങ്ങനെ വായിക്കുന്നത്: സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നതെന്ന്. അത് യേശു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ കരയുന്ന നമ്മുടെ ദുഃഖത്തിൽ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നമ്മുടെ പേര് ചൊല്ലിയായിരിക്കും വിളിക്കുന്നത്, എന്തിനാ മക്കളെ നിങ്ങൾ കരയുന്നത് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് ആ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നമ്മളെ കരുതുന്നവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായവന്. കർത്താവ് നമ്മളോട് വളരെ അധികം കാര്യങ്ങൾ ഉപദേശിച്ച് തന്നിട്ടുണ്ടെങ്കിലും പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾക്ക് ബൈബിളിൽ കുറേ ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. യേശു ജീവിച്ചിരുന്നപ്പോൾ
പലരുടെയും കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങളിൽ അവൻ കൂടെ നിന്ന് അവരെ സഹായിച്ചതായിട്ടും അവരുടെ പ്രശ്നങ്ങളിൽ അവന് പരിഹാരമായിട്ടിരുന്നൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ബുദ്ധിക്ക് അതീതമായിട്ട് അത്ഭുതം നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വിശ്വസിച്ചാൽ നമ്മൾ ബുദ്ധിക്ക് അതീതമായ അത് ബുദ്ധിക്ക് അതീതമായിട്ട് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം നടക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലാസറിൻ്റെ കല്ലറയുടെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. 11 അധ്യായം 39 വാക്യത്തിൽ കർത്താവ് കൂടെയുള്ളവരോട് പറയുന്നു, കല്ല് നീക്കുവാൻ പറയുന്നു. കല്ലറയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ കല്ല് നീക്കുവാനായിട്ട് പറയുന്നു. അവിടെ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്വന്തം സഹോദരി പോലും പറയുന്നുണ്ട്, ജനമൊക്കെ പറയുന്നുണ്ട്, അത് ശരിക്കും അവർ നാറ്റം വെച്ച് തുടങ്ങി 4 നാളായല്ലോ എന്നൊക്കെ. എന്നാൽ കർത്താവ് ആ കല്ലെടുത്ത് നീക്കാൻ പറയുന്നു. അത് ശരിക്കും ഒരു അത്ഭുതം അവിടെ നടക്കുകയാണ്. നമുക്കറിയാം, മരിച്ചവനായ ലാസറെ പുറത്ത് വരിക എന്ന് കർത്താവ് പറയുന്നു. ലാസറെ ശബ്ദം കേൾക്കുന്നു. മരിച്ചുപോയി 4 ദിവസം കഴിഞ്ഞിട്ട് അവന് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവന് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മരിച്ചവന് കർത്താവ് ജീവൻ നൽകി ഉയർപ്പിക്കുന്നു. അതുപോലെ തന്നെ പുറത്ത് വരിക എന്ന് പറഞ്ഞത് അതിന് പെട്ടെന്ന് അതിനൊരു അത്ഭുതം നടക്കുന്നതിന് മുമ്പ് യേശു നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. അതായത് പിതാവിന് നന്ദി പറയുന്നുണ്ട്. അതായത് എൻ്റെ പ്രാർത്ഥന ഇതാണ് എൻ്റെ ബലമെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവം കൂടെയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ധൈര്യം നമുക്ക് തരുന്നത്. അതായത് കർത്താവ് അത്ഭുതം നടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ബലവാനായ ദൈവം മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായത്തിലാണ്. അത് വേറൊരു കുറ്റമില്ല, കർത്താവിനെ വിശ്വസിക്കുന്നു, കർത്താവിനായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ യഹൂദന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് റോമ ഗവൺമെൻറ് അവർ യാക്കോബിനെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണുന്നു. എന്നാൽ പത്രോസിനെ പിടിച്ചിട്ട് അവർ ജയിലിലാക്കി. ജയിലിൽ 3 കവാടങ്ങൾ കടന്ന് ജയിലിൻ്റെ ഉള്ളറയിൽ കൊണ്ടുപോയിട്ട് ആണ് ആക്കിയിരുന്നത്. 16 പടയാളികളെ കാവൽ നിർത്തിയിരുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ ജയിലിൽ നിന്നും ഒരാൾക്ക് ഒരു തരത്തിലും രക്ഷപ്പെടുക സാധ്യമല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പീറ്ററിനെ കിടത്തിയിരുന്നത്. അതായത് ജയിലിറക്കി ഉള്ളിലാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിന്നും യേശു കർത്താവ് നമ്മുടെ പത്രോസിനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അന്ന് ഒരു ശാപതായിരുന്നു. സഭയെ പ്രതി, ദൈവജനത്തെ പ്രതി പത്രോസിന് മനസ്സിന് ഭാരമായി. പത്രോസ് അറിയാതെ മയക്കത്തിലേക്ക് വീണു. അസാധ്യമെന്ന് ഞാൻ കരുതിയത് അവിടെ ദൈവം പ്രവർത്തിച്ചു. നമുക്കറിയാം, പത്രോസിനെ ജയിലിൻ്റെ 1-ാം കവാടം 2-ാം കവാടം എല്ലാം കടന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്ന് വിട്ടതായിട്ട് നമുക്കറിയാം. പത്രോസിന് വേണ്ടി സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടേക്ക് പത്രോസ് കടന്നു ചെല്ലുന്നതായിട്ടും നമുക്കറിയാം. അപ്പോൾ ഈ 16 കാവൽക്കാരും 3 ജയിലറി എല്ലാം ഉണ്ടെങ്കിലും അതിനെയെല്ലാം തുറക്കാനും അതിനെയെല്ലാം നീക്കാനും എല്ലാം വന്നിട്ട് ദൈവത്താൽ സാധ്യമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കണമെന്ന് മാത്രം. അത് അപ്പോൾ അവൻ നമ്മുടെ കൂടെ വരും, നമ്മളൊക്കെയായി പ്രവർത്തിക്കും. അത് നമുക്ക് ബുദ്ധിക്ക് അതീതമായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൽ 75 അധ്യായം 23 വാക്യത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥനയൊക്കെ വായിക്കുന്നു, നീ എൻ്റെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന്. അത് വളരെ ശരിയാണ്. നമുക്ക് പല ഭാഗങ്ങളിലും അത് കാണുവാൻ സാധിക്കും. ദൈവം അങ്ങനെ പലരെയും നടത്തിയതായിട്ടും നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മളെയും പലപ്പോഴും ദൈവം കൈപിടിച്ച് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ പലരും. അത് ദൈവം നമ്മുടെ കൂടെ ഇരുന്നുകൊണ്ട് മാത്രമാണ് അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ യോന പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന കാണുവാൻ സാധിക്കും.
മുഴുവന് ഇരുട്ടാണ് ആ സമയം. യോന മീനിൻ്റെ വയറ്റിൽ 3 ദിവസം കിടന്ന് നമുക്കറിയാം. ആ ഫുള്ള് ഇരുട്ടാണ്. മീനിൻ്റെ വയറ്റിൽ അത് മത്സ്യത്തിൻ്റെ ഉള്ളിൽ മുട്ടിന്മേൽ നിന്നും പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകന് അനുസരണക്കേട് കാണിച്ച് കടലിനകത്തായി കടലിൽ വീണപ്പം മത്സ്യത്തിൻ്റെ ഉള്ളിലായി. മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ 3 ദിവസം രാവും പകലും ഉപവസിക്കുകയായിരുന്നല്ലോ. ഉപവസിച്ചിട്ട് മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ അർപ്പിച്ച് ഏറ്റുപറഞ്ഞ് മുഴുവനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു യോന പ്രവാചകൻ. ആ പ്രവാചകന് ആ പ്രാർത്ഥന നമ്മളൊന്ന് വായിച്ച് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിന് നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം, വിശ്വാസത്തിന് ബലം കുറവായതുകൊണ്ടാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം കറക്റ്റായിട്ട് യോനയെ കൊണ്ടുപോയിട്ട് നിനവയിൽ തന്നെ ഛർദ്ദിച്ചു എന്നുള്ളത്. നിനവയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീസിന് പോയ ആളാണ്. അപ്പോൾ ദൈവം വിളിച്ച വഴിക്ക് വന്നില്ലെങ്കിൽ ദൈവം വഴിക്ക് വരുത്തിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ട് അവൻ്റെ പ്രമാണങ്ങളെ പാലിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം, അബ്രഹാം ബലി കഴിക്കാൻ പോകുമ്പോൾ യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞൊരു കാര്യം. ഇസഹാക്കിനോട് ഇസഹാക്ക് പറയുന്ന ബലിക്കുള്ള എല്ലാ സാധനമുണ്ട്, അതിനുള്ള കുഞ്ഞാട് എവിടെയെന്ന് ചോദിക്കുന്നു, ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിതാവ് ഇസഹാക്കിനോട് പറയുന്ന യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന്. അത് നമുക്കറിയാം ദൈവം എങ്ങനെയാണ് കരുതിയെന്നും എങ്ങനെയാണ് ഇസഹാക്കിൻ്റെ ജീവൻ പോകാതെ ദൈവം ബലിയെ സ്വീകരിച്ചതെന്നും അത് അവർക്ക് അനുഗ്രഹമായി തീർന്നെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തുടർന്ന് പറയുവാനായിട്ടുള്ള വീഡിയോയിൽ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹാഗാറിന് വേണ്ടി ആരും ബാധിച്ചില്ല. നമുക്കറിയാം അബ്രഹാമിൻ്റെ ദാസിയായിരുന്ന ഹാഗാർ, അവളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രയാസമായിരുന്നു നമുക്കറിയാം. ദൈവം അവളെ അനുഗ്രഹിച്ചു. അവൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. അവളൊരു അടിമയായിരുന്നു. തന്നെയല്ല, ദാസിയായിട്ട് സാറായിക്ക് ദാസിയായിട്ട് അബ്രഹാം ദാസിയായിട്ടിരുന്ന അവൾ അപ്പം അവളുടെ കുഞ്ഞിനെയും ഗർഭിണിയായിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് അവൾ വന്നിട്ട് കുഞ്ഞുമായിട്ട് ചെറിയ കാട്ടുപ്രദേശം എന്ന് പറയാം, അവിടെ വന്നിട്ട് അവൾ കുഞ്ഞിനെ മരിക്കാറായിട്ട് കാണാൻ വയ്യാതെ വിഷമിച്ച് ദൈവത്തോട് നിലവിളിക്കുന്ന സമയത്ത് അവളെ ദൈവം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാഞ്ഞു, അവൾക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലായിരുന്നു. എന്നാലും ദൈവം അവളെ കണ്ടു. അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച അബ്രഹാമിൻ്റെ ഭവനത്തിൽ അനേകരുണ്ടായിരുന്നു. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഇത്രയും ഭക്തനായിരിക്കുന്ന അബ്രഹാം അവളെ വീട്ടിൽ നിന്ന് വിട്ടത് ദൈവം പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ വിടത്തില്ലായിരുന്നു. എന്നാൽ അവളെ ദൈവം കരുതി, ദൈവം കാത്തു, ദൈവം അവൾക്കായി എല്ലാം ഒരുക്കി. അപ്പോൾ ആരോരും ഇല്ലാത്ത ഹാഗാറിൻ്റെ ജീവിതത്തിലും ദൈവം പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളിങ്ങനെ വിശ്വസിക്കണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്, ഒരു സത്യദൈവം. ഞാൻ വിശുദ്ധിയോടെ, ഹൃദയശുദ്ധിയോടെ ഞാൻ പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് ചേർന്നിരുന്ന് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിനായി ജീവിച്ച് ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എനിക്കായി പ്രവർത്തിക്കുമെന്നും എൻ്റെ എല്ലാ കൂട്ടുകാരും വിശ്വസിക്കുക. നിങ്ങൾക്കായി ദൈവം പ്രവർത്തിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നു. വിഷ് യു ഓൾ എ വെരി നൈസ് ഡേ. ഒരു ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും നേരുന്നു. ബൈ ടു ഓൾ. ബൈ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ടു ഓൾ.